ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ലാലഴകം. ഞാനിപ്പോഴുള്ളത് നെയ്യാർ ഡാമിലാണ്. നെയ്യാർ ഡാമിൽ ചരിത്രത്തിലാദ്യമായി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ ഓണം വാരാഘോഷം നടക്കുന്ന സ്ഥലമെന്ന നിലയിൽ നെയ്യാർ ഡാം വളരെ പ്രശസ്തമാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിക്കുന്നത്. അത് വളരെ ഗംഭീരമായി തന്നെ ജനം ഏറ്റെടുത്തു. അത് ഓരോ ദിവസം കഴിയുന്തോറും ജനപങ്കാളിത്തം ഏറി വരികയാണ്. അപ്പം അതിനുവേണ്ടി മുൻകൈയെടുത്ത ഒരുപാട് പേരുണ്ട്. അത് നെയ്യാർ ഡാം ജലസേചന വകുപ്പിൻ്റെ അടക്കം ഗ്രാമപഞ്ചായത്ത്, MLA, അങ്ങനെ ഒരുപാട് പേരുടെ വലിയൊരു എഫേർട്ട് ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ കാഴ്ചകൾ വളരെ ഗംഭീരമാണ്. അത് നമുക്കത് കാണാം. അപ്പോൾ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ മെൻസ് വെയർ കാട്ടാക്കട. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി പകർത്തുന്നത് ക്യാമറമാൻ അഖിലസ്പ. വരൂ, ആ കാഴ്ചകൾ കാണാം. നെയ്യാർ ഡാം ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിൻ്റെ ചെയർമാനും കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള വിനോദ് ജി നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പരിപാടിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ? ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ ജനസഞ്ചയമാണ് കഴിഞ്ഞ 9 ദിവസമായി നെയ്യാർ ഡാമിലേക്ക് ഒഴുകിയെത്തിയത്. കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചക്കാലമാണ് ഇതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിൽ നന്നായി തന്നെ കാര്യങ്ങൾ സംഘടിപ്പിക്കാനും പരിമിതമായ ദിവസങ്ങൾ കൊണ്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു വിരുന്ന് പോലെ ഇവിടെ എത്തിച്ചേർന്ന വിനോദസഞ്ചാരികൾക്ക് വിഭവസമൃദ്ധമായ രൂപത്തിൽ തന്നെ അത് ഇലുമിനേഷൻ്റെ കാര്യത്തിലായാലും കലാപരിപാടികളുടെ കാര്യത്തിലായാലും മറ്റ് കാഴ്ചകൾ, വർണ്ണ കാഴ്ചകളുടെ കാര്യത്തിലായാലും വളരെ മനോഹരമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമുണ്ട്. വരും വർഷങ്ങളിൽ വളരെ വിപുലമായി സംഘടിപ്പിക്കാൻ സമയമെടുത്ത് ചിട്ടയായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നന്നായി സംഘടിപ്പിക്കാനുള്ളൊരു പ്രചോദനമാണ് ഈ പരിപാടിയുടെ ജനസഞ്ചയത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ ഓണം വാരാഘോഷം, അതുപോലെ ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി ക്രിസ്മസ് വാരാഘോഷവും സംഘടിപ്പിച്ചു. പുതുവത്സര ആഘോഷവും നടക്കുകയാണ്. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുമോ അതോ തുടരുമോ? എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നെയ്യാറിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ കൊണ്ടുവന്ന് നെയ്യാർ ഡാമിനെ തിരുവനന്തപുരം ജില്ലയിലെ എന്നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർത്തിയെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓണത്തിലോ ക്രിസ്മസിലോ അവസാനിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. വരുന്ന വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് പ്രചോദനമാകുന്ന രൂപത്തിലുള്ള ആഘോഷ പരിപാടികൾ, മറ്റ് ആഘോഷ പരിപാടികൾ ഉൾപ്പെടെ വളരെ ഭംഗിയായി നെയ്യാർ ഡാമിൽ ഒരു സ്ഥിരം വേദിയടക്കം ഒരുക്കിക്കൊണ്ട് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ആലോചനയിലുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ ഈ നെയ്യാർ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അമ്പൂരി, ഇപ്പോൾ പുതിയതായിട്ട് ബന്ധിപ്പിക്കുന്ന പാലം, കുമ്പിച്ചൽ കടവ് പാലം, അതുപോലെ തന്നെ കാളിപ്പാറ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ടൂറിസം പദ്ധതികൾ ഈ ഏരിയയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? തീർച്ചയായും ബഹുമാന്യനായ പാറശാല MLA CK ഹരീന്ദ്രൻ, അദ്ദേഹത്തിന് നെയ്യാർ ഡാമിൻ്റെയും അമ്പൂരിയുടെയും ഈ പ്രകൃതി മനോഹരമായ പ്രദേശങ്ങളുടെയെല്ലാം വികസനത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ പരിശ്രമമാണ് ഇന്ന് വലിയ രൂപത്തിൽ ജനങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന കുമ്പിച്ചൽ കടവ് പാലം. ആ പാലത്തോടൊപ്പം തന്നെ നെയ്യാർ ഡാമിനെയും അമ്പൂരിയെയും ബന്ധിപ്പിക്കുന്ന 7 കോടി രൂപയുടെ ഒരു ടൂറിസം പാക്കേജിന് അദ്ദേഹം രൂപം കൊടുത്തിട്ടുണ്ട്. ആ ടൂറിസം പാക്കേജിൽ ഏതാണ്ട് 1 കോടിയിലധികം രൂപ കാളിപ്പാറയെയും നെയ്യാർ ഡാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടൂറിസം പദ്ധതികൾക്കാണ്. തീർച്ചയായും അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവ് പാലം മുതൽ ഇങ്ങ് നെയ്യാർ ഡാം ചുറ്റി അങ്ങ് നമ്മുടെ കാപ്പുകാട് വരെയും ഈ കാളിപ്പാറയുമായി നെയ്യാർ ഡാമിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു ടൂറിസം പാക്കേജാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഗ്രാമപഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഞങ്ങൾ മുൻകൈയെടുക്കും. നെയ്യാർ ഡാമിലെ ജലസേചന വകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളെ, വനം വകുപ്പ് ഉൾപ്പെടെയുള്ള അതുപോലെ മറ്റ് വകുപ്പുകളെ, ഫിഷറീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വകുപ്പുകളെയും, സർക്കാർ സംവിധാനത്തെയും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് നെയ്യാർ ഡാമിൻ്റെ ടൂറിസം വികസനം സാധ്യമാക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. എന്തായാലും വളരെ നല്ല വാക്കുകൾ. ഇത് യാഥാർത്ഥ്യമാകട്ടെ.
നാളെ മറ്റന്നാൾ നെയ്യാർ ഡാമിലേക്ക് ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന മനോഹരമായ കാഴ്ച നമുക്കും കാണാൻ സാധിക്കട്ടെ. താങ്ക്സ് സോ മച്ച്. അപ്പോൾ നെയ്യാർ ഡാമിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷം കാണാൻ വേണ്ടിയിട്ട് ഒരു ടീം എത്തിയിട്ടുണ്ട്. പേരെന്താണ്? ഇവിടെ നിന്നാണ് വരുന്നത്? അരുൺ, കാട്ടാക്കട. കാട്ടാക്ക. എന്ത് ചെയ്യണു? ഫോട്ടോഗ്രാഫറാണ്. കൂടെയുള്ള ആള് എന്താണ് പേര്? എത്ര പഠിക്കണു? അമ്പോ. അപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്? ന്യൂ ഇയർ ആഘോഷം എങ്ങനെയുണ്ട്? എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇവിടെ സൂപ്പറാണ്. ഒരു ചെറിയ ചോദ്യം ചോദിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ ഇപ്പോൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്, അത് അറിഞ്ഞായിരുന്നോ? ഇല്ല, അറിഞ്ഞില്ല. അപ്പോൾ സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ ഇപ്പോൾ ഒരു ഗംഭീര ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഓഫർ ഇത് കഴിഞ്ഞതിന് ശേഷം പോയി വാങ്ങണം. ഓക്കെ, ഡൺ. ഒരു കുഞ്ഞു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ നൽകുന്ന ഒരു കിടിലൻ സമ്മാനം കിട്ടും. ഓക്കെ. തൊലി കളഞ്ഞാൽ പേര് മാറുന്നതുണ്ട്. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന ഒരു വസ്തു. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന വസ്തു അറിയില്ല. എന്തായാലും സന്തോഷം പങ്കെടുത്തതിൽ. താങ്ക് യു. നെയ്യാർ ജിംഗിൾ ഫിയസ്റ്റ കാണാനായിട്ടൊരു ടീം എത്തിയിട്ടുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം. പേരെന്താണ്, അവരെവിടെ നിന്ന് വരുന്നു നമ്മൾ ചോദിക്കാം. പറയൂ. പേര് അഷ്ടമി, നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നു. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. 10ൽ. നിധി, കാട്ടാക്കട, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏത് സ്കൂളിലാണ്? പ്യാറുവില്യ. പേര് അശ്വതി, സെന്റ് മേരീസ്. മൊത്തം കൺഫ്യൂഷൻ. ഒന്ന് 3ാം ക്ലാസ്സിൽ സെന്റ് മേരീസ് ഉണ്ട്. 3ാം ക്ലാസ്സിൽ സെന്റ് മേരീസ് പഠിക്കുന്ന ആരാണ്? അശ്വതി. അശ്വതിയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ അടുത്ത ആളിലേക്ക് പോവാം. ഹൃദയ, കാട്ടാക്കട, +1 പഠിക്കുന്നു. അപ്പോൾ പാട്ട് പാടും. ആര് പാടും? ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നൊരു അജപാലകർ ദേവനാദം കേട്ടു ആമോദരാൽ വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അപ്പോൾ ഒരു നിറഞ്ഞ കൈയ്യടി നമ്മൾ മനസ്സുകൊണ്ട് കൊടുക്കുകയാണ്. ഒരു ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ നെയ്യാർ ഡാമിൽ വന്നു, ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ കണ്ടു. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ഓണം വാരാഘോഷം പോലെയൊക്കെ തന്നെ കാണാൻ നല്ല രസമായിരുന്നു. കൊള്ളായിരുന്നു. ഓണത്തിനും കൊള്ളായിരുന്നു. സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ പോയിട്ടുണ്ടോ? എന്ത്? സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ കാട്ടാക്കട പോയിട്ടുണ്ടോ? അവിടെ നിന്ന് നിങ്ങൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ നിന്നൊരു ഓഫർ ഉണ്ട്, അതിനെ കുറിച്ച് വല്ല അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞില്ല. തൊലി മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. തൊലി മാറുമ്പോൾ പേര് മാറുന്ന വസ്തു. ഈ ഒരു ടങ് സ്ലിപ്പ് തന്നാൽ പറയാൻ ശ്രമിക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരാം. ഇത്ര പോകുന്ന മിത്രൻ്റെ ചിത്രവും വാർത്തയും പത്രത്തിൽ എത്രയും അച്ചടിച്ചത്രേ. അറിയില്ല. വടിയെടുത്ത് പുളിയടിച്ച്, പുളിയെടുത്ത് വടിയടിച്ച് പറയും. വേണ്ട, ഒന്ന് ശ്രമിച്ചു നോക്ക്. വടിയെടുത്ത് പുളി അടിച്ചു, പുളിയെടുത്ത് വടി അടിച്ചു. വടിയെടുത്ത് പുളിയടിച്ച്, പുളിയെടുത്ത് വടിയടിച്ച്, 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 വടിയടിച്ച് പുളിയെടുത്ത് പുളിയടിച്ച് വളി. എന്തായാലും വളരെ മനോഹരമായി കുറെ ദൂരം പറഞ്ഞു. എന്നിട്ട് അവസാനം അവൾ തന്നെ കൊണ്ട് താഴെ ഇട്ടു. പോട്ടെ, എന്നാലും ഒരു വലിയ ശ്രമം നടത്തി. എന്തായാലും നമുക്കൊരു കുഞ്ഞു സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കാം. എന്തായാലും ഇവിടെ ആളിവിടെ പോയി ഓടി രക്ഷപ്പെട്ടാ. ഇങ്ങ് വാ. ഓടി രക്ഷപ്പെട്ടു ആള്. വന്ന് എന്തായാലും നമുക്ക് സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ നൽകുന്ന സമ്മാനം നമ്മൾ തരും. അപ്പോൾ നമ്മുടെ പേര് ഒരിക്കൽ കൂടെ പറയാം. അഷ്ടമി. നമ്മുടെ അഷ്ടമിക്ക് വലിയൊരു എഫേർട്ട് എടുത്തതിൻ്റെ പേരിൽ നമ്മൾ സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൻ്റെ ഗംഭീര സമ്മാനം നമ്മൾ സാധാരണ എല്ലാ പ്രാവശ്യവും കാണിച്ചിട്ടാണ് കൊടുക്കുന്നത്. എന്താണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പ്രേക്ഷകരെ കൂടെ കാണിച്ചിട്ടാണ് നമ്മൾ സമ്മാനം കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് സമ്മാനം തുടർന്ന് കാണാം. എന്നിട്ട് നമുക്ക് അഷ്ടമിക്ക് അത് കൈമാറാം. ഒരു
ഗംഭീര ടീഷർട്ടാണ് അദ്ദേഹത്തിന് നമ്മൾ കൈമാറുന്ന. ടീഷർട്ട് ഈസിയോ അല്ല, ഇട്ടിരിക്കുന്ന ടീഷർട്ടാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് കംഫർട്ടാവും. നമുക്കിത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് അത് കൈമാറുകയാണ്. കൂടെ നിൽക്കുന്ന ഒരു ക്ലാപ്പെങ്കിലും കൊടുക്ക്. ഓക്കെ. നെയ്യാർ ജിങ്കിൾ ഫിയസ്റ്റയുടെ സൂത്രധാരൻ നെയ്യാർ ഡാമിൻ്റെ AE സിദ്ദിഖ് MS നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? ഇത് നമ്മൾ ഓണം കഴിഞ്ഞ സമയത്ത് ഈ നെയ്യാർ ഡാം എപ്പോഴും എൻ്റെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, നെയ്യാർ ഡാമിൽ വന്നിട്ടുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ അന്ന് കാണുന്ന ഒരു സിനാറിയോ, അതായത് പൂന്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അട്രാക്ഷനുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതേ സ്ഥലത്ത് ജോലിയായിട്ട് വരാൻ പറ്റിയപ്പോൾ അന്ന് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കാട് പിടിച്ച ഒട്ടും ഒരു നമുക്ക് അട്രാക്റ്റീവ് അല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ വരുമ്പോൾ ആക്ച്വലി മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ടൊരു ജീർണിച്ച അവസ്ഥയിലുള്ള നെയ്യാർ ഡാം എന്നുള്ള തലക്കെട്ടായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അതിനെ ഒന്ന് മാറ്റണമെന്ന് അന്ന് മുതലേ മനസ്സിൽ കരുതിയതാണ്. അപ്പം അത് ഒരിക്കലും ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അന്ന് കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കൊരു ഓണം പെട്ടെന്ന് വന്നു. ഓണം നടത്തിയപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഒരു വമ്പിച്ച പ്രതികരണമായിരുന്നു. അന്ന് ഫിക്സ് ചെയ്താണ് അടുത്തൊരു ആഘോഷം ഉടനെ 3 മാസത്തിനകത്തൊരു ആഘോഷം വേണം. നോക്കിയും ക്രിസ്മസ് പുതുവർഷം ഒരുമിച്ച് വരുന്നുണ്ട്. അന്നേ ഒരു തയ്യാറെടുപ്പ് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത് പഞ്ചായത്തിൻ്റെ ഭരണസമിതി മാറുന്നു, നമുക്ക് ഇലക്ഷൻ വരുന്നു, ഒരുപാട് തിരക്കുകൾ കൂടെ പോകുന്നു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തിരക്കിൽ പോകുന്നു. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഞാനത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രപ്പോസ് ചെയ്യുമ്പോൾ എല്ലാവരും അനുകൂലമാണ്. നെയ്യാർ ഡാമിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് പ്രതീക്ഷിക്കുന്നത് നാട്ടുകാർ മാത്രമല്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും കൂടാണ്. ഇവിടുത്തെ ഭരണസമിതിയുണ്ട്, MLA ഉണ്ട്, എല്ലാവരോടും സംസാരിച്ച് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. അങ്ങനെയാണ് ഇതിനൊരു തീരുമാനം വന്നത്, ഒരു ആഘോഷം നടത്തണം എന്നുള്ളത്. ഈ ആഘോഷം നടക്കുന്നതിന് ആത്യന്തികമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് നെയ്യാർ ഡാമിൽ ടൂറിസ്റ്റുകളെ എപ്പോഴും കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു വർഷത്തിലൊരിക്കലല്ല, ഇയർ ഔട്ട്, അതായത് ത്രൂ ഔട്ടായിട്ട് ആൾക്കാർ കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഈ ആഘോഷം നടത്തുന്നത്. അപ്പോൾ ജിങ്കിൾ ഫിയസ്റ്റ എന്ന് പറയുന്നൊരു പേര് തന്നെ പുതുമയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് പുതുവത്സര ആഘോഷം നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ നാട്ടുകാർ ഫ്ലെക്സ് അടിച്ച് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. നെയ്യാർ ഡാമിൻ്റെ എൻട്രൻസിൽ തന്നെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഒരു ജനകീയമായൊരു മുഖം ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്ത് വരികയും ചെയ്തു. എന്തായാലും ഒരുപാട് സന്തോഷം. നാളെ മറ്റന്നാൾ വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ളൊരു നെയ്യാർ ഡാമിനെ തന്നെ സുന്ദര മുഖം നമുക്ക് കാണാൻ എന്നും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഈ എടുത്ത എഫേർട്ടിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു വലിയ മനസ്സുകൊണ്ടൊരു കൈയടി തരികയാണ്. അപ്പോൾ നമ്മുടെ ജിങ്കിൾ ഫിയസ്റ്റ കാണാൻ മറ്റൊരു ടീം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് വരുന്നത് ചോദിക്കാം. ഇവിടെ നിന്നാണ് സാർ, ഞങ്ങൾ കാട്ടാക്കട എന്നാണ് വരുന്നത്. പേരെന്താണ്? പേര് സുബിത്ത് എന്നാണ്. എന്ത് ചെയ്യണു? CCTV ടെക്നീഷ്യനാണ്. ഓക്കെ. പേര് ആശ ജാസ്മിൻ. ലിയാൻ. ഓക്കെ. അപ്പം ഒരാളും കൂടെ ഉണ്ട്. ആൾ ഓടി വന്നതാണ്. പറയൂ, പേരെന്താണാവോ? അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഒരു ജോയിൻ ചെയ്യുകയാണ്. സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൽ പോയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഈ ഡ്രസ്സെല്ലാം അവിടെ നിന്നാണ് എടുത്തത്. സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൽ എടുത്തതാണ്. ഓക്കെ. സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൽ ഇപ്പോഴൊരു ഓഫറുണ്ട്. ആ ഓഫർ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമ്മാനം തരും. ഓഫറുണ്ട്. രണ്ട് ടീഷർട്ട് 350 രൂപ, ഒരു പേന്റും കൂടെ ചേർന്നല്ല, അല്ല, 2 ടീഷർട്ട് 350 രൂപ, 2 ടീഷർട്ട് പേന്റും കൂടെ ചേർത്തിട്ട് 800. എങ്ങനെ? 800. പേന്റും കൂടെ ചേർത്തിട്ട് 800. പേന്റും കൂടെ ചേർത്തിട്ട് 800. കറക്റ്റ് ആൻസറാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിൽ ഇപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറായിരുന്നു. 2 ടീഷർട്ട് 350, ഒരു പേന്റും കൂടെ ചേർത്താൽ 800. അത് കൃത്യമായി ആൻസർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗംഭീരമായി ഞങ്ങളടുത്ത് സഹകരിച്ചു. അപ്പോൾ നമ്മുടെ സമ്മാനം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഒരു ഗംഭീര ടീഷർട്ടാണ് നമ്മൾ കൈമാറുന്നത്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ.
നെയ്യാർ ജിങ്കിൾ ഫിയസ്റ്റ വളരെ ഗംഭീരമായ വിജയം കൈവരിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് രാജേഷ് പൂൻ. അദ്ദേഹം പബ്ലിസിറ്റിയുടെ ചുമതലയായിരുന്നു. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? നെയ്യാർ ഡാമിൽ വർഷങ്ങൾ കൊണ്ട് ഓണാഘോഷമാണ് നടത്തി വന്നത് 5 ദിവസം. എന്നാലിപ്പോൾ ജിങ്കിൾ ഫിയസ്റ്റ എന്ന നാമധേയത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ NIPയുടെ AE കൂടിയായ സിദ്ദിഖ് സാറും അതുപോലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കഴിഞ്ഞ 10 ദിവസക്കാലമായി വളരെ മനോഹരമായി വിവിധ ദേശങ്ങളിൽ നിന്നും അനവധി ആൾക്കാർ നെയ്യാർ ഡാമിൽ എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും ഇത്രത്തോളം ആൾക്കാർ പങ്കെടുക്കുമെന്ന് വിചാരിച്ചതല്ല. എല്ലാ ദിവസങ്ങളിലും സ്റ്റേജിൽ വളരെ മനോഹരമായ കലാപരിപാടികളും അതുപോലെ തന്നെ ഏത് രീതിക്ക് നോക്കിയാലും അത് ഒരുപാട് ഷോപ്പുകളും, അതായത് നമ്മളെ ഫുഡ് ഫെസ്റ്റും അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ദീപാലങ്കാരങ്ങളുമൊക്കെ ഈ പ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് ക്രിസ്മസിന് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു പബ്ലിസിറ്റി കൺവീനർ എന്ന നിലയിൽ കഴിഞ്ഞ 25 വർഷമായി ഓണാഘോഷത്തിന് പബ്ലിസിറ്റിയുടെ ചുമതല വഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെയാണ് ഈ വർഷം ക്രിസ്മസിന് വേണ്ടിയും വളരെ കുറച്ച് ദിവസമാണ്, ഇലക്ഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് ദിവസമാണ് കിട്ടിയതെങ്കിലും കഴിയുന്നത്ര ബോർഡുകളും അതുപോലെ അഡ്വർടൈസ്മെൻറ്റും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും അതുപോലെ ഓൺലൈൻ മീഡിയകളിലുമൊക്കെ ഈ ക്രിസ്മസിൻ്റെ ജിങ്കിൾ ഫിയസ്റ്റയുടെ പ്രധാന പരിപാടികളും അതുപോലെ തന്നെ ബോർഡുകളുമൊക്കെ എത്തിക്കുവാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും ആൾക്കാർ വന്നു പോയപ്പോഴാണ് ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലായത്. കഴിഞ്ഞ 10 ദിവസക്കാലം കൊണ്ട് നെയ്യാർ ഡാമിൽ നടന്നു വന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികൾക്ക് ഏറ്റവും കൂടുതൽ ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് കേരളത്തിലെ പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളും 24 പോലുള്ള വലിയ മാധ്യമത്തിലെ അംഗങ്ങളുമൊക്കെ ഇവിടെ വന്ന് ചിത്രങ്ങളും വീഡിയോയും ഒക്കെ എടുത്ത് അത് ജനങ്ങളുടെ മനസ്സിലെത്തിച്ച് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വളരെ ശ്രദ്ധ ഇതിനു വേണ്ടി ഉണ്ടായി. അതുകൊണ്ടാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിയത്. ഇത്രയും ജനങ്ങൾ ഇവിടെ വരാനുള്ള കാരണം അത്രയും പരസ്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ദൃശ്യ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾക്കും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും 2025 പോലെ സന്തോഷകരമായ ഒരുപാട് നന്മകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ ജിങ്കിൾ ഫിയസ്റ്റ കാണാൻ വേണ്ടിയിട്ട് ഒരു ടീം എത്തിയിട്ടുണ്ട്. അവർ എവിടെ നിന്നാണ് വരുന്നത്, പേരെന്താണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. പറയട്ടെ, പേരെന്താണ്? കുറ്റിച്ചിലാണ് വീട്. പേര് പ്രവീണാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ കമ്മീഷൻ ഓഫീസിലെ ബെനിശ്ശേരി സ്റ്റാഫാണ്, ക്ലർക്കാണ്. സ്റ്റാഫാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പേരെന്താണ്? ഗോപിക. എന്ത് ചെയ്യണു? ഒരു കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. പേര് പറയൂ. പൗർണമി. എന്തല്ല? ഇവിടെയാ? പാർവതി. ഗീത. പാട്ട് പാടുവോ? ബാ, കേറി നിൽക്ക്. ഇപ്പൊ നെയ്യാർ ഡാമിൽ വന്നിരിക്കുകയാണ്, ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ്? ഇതിനു മുമ്പ് ഓണ ആഘോഷത്തിനെല്ലാം വന്നിട്ടുണ്ട്, സ്ഥിരമായിട്ട് വരുന്നതാണ്. അടുത്ത ആൾക്കാരാണ്. അതുകൊണ്ട് പക്ഷേ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് വന്നപ്പം നല്ല ലൈറ്റ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഫീലിംഗ് ഉണ്ട്. എങ്ങനെ സിറ്റിയിലൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്ന ഫീലിംഗ് ഉണ്ട്. ഫീലുണ്ട്. ഓക്കെ ഓക്കെ. നമ്മൾ ഇതൊരു പ്രോഗ്രാമാണ്. ഇതിനകത്തൊരു ചോദ്യം ചോദിക്കും. ചോദ്യത്തിന് ആൻസർ ചെയ്യുകയാണെങ്കിൽ സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ, കാട്ടാക്കട സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. സ്ഥലം പോയിട്ടുണ്ടോ? സ്ഥിരം പോകുന്ന ആളാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഓഫറുണ്ട്, അതിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു? ഇല്ല, അറിയില്ല. അപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് അവിടെ ഒരു ഗംഭീര ഓഫറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും അടുത്ത ദിവസം പോകുമ്പോഴത്തേക്ക് ഒന്ന് കയറി ചോദിച്ചു നോക്കുക. ഓക്കെ, ആ ചോദ്യം ഇതാണ്: തൊലി മാറിയാൽ പേര് മാറുന്ന വസ്തു. തൊലി മാറിയാൽ പേര് മാറുന്ന വസ്തു. തൊലി മാറിയാൽ, തൊലി കളഞ്ഞാൽ പേര് മാറും. വാന്ത് നിറമല്ലേ മാറുന്നത്? തൊലി മാറിയാൽ പേര് മാറും. വികൃതി പയ്യന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി. വികൃതി പയ്യന്റെ പ്രകൃതി പോലല്ല പ്രകൃതിയുടെ വികൃതി. വികൃതി പയ്യന്റെ പ്രകൃതി പോലല്ല പ്രകൃതി. 10 പ്രാവശ്യം തെറ്റാതെ. വികൃതി പയ്യന്റെ പ്രകൃതി പോലല്ല. വികൃതി പയ്യന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി. വികൃതി പയ്യന്റെ പ്രകൃതി പോലല്ല 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 പ്രകൃതിയുടെ വികൃതി. വികൃതി പയ്യന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി. വികൃതി പയ്യന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി. 5 പ്രാവശ്യം ഒരു വലിയ ശ്രമം നടത്തി. എന്തായാലും നമ്മളുടെ കൂടെ ചേർന്നു, ഒപ്പം നിന്നു. എന്തായാലും നമ്മൾ
നമ്മൾ പറഞ്ഞതാണ്, വാക്ക് പറഞ്ഞ് നമ്മൾ അത് കൊടുത്തിരിക്കും. അപ്പോൾ സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് സമ്മാനിക്കുകയാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കാണിച്ച് തന്നെ കൊടുക്കും. ഒരു ഗംഭീര ടീഷർട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നെയ്യാർ ജിങ്കിൾ ഫിയസ്റ്റയുടെ ഈ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതുമയാർന്ന കാഴ്ചകളും മറ്റ് ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നമ്മുടെ എപ്പിസോഡിൻ്റെ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ ഇപ്പോൾ നൽകുന്ന ഓഫർ. അപ്പോൾ ആ ഓഫർ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പറയുകയാണ്. 2 ക്വാളിറ്റി ടീഷർട്ട്സ് വെറും 350 രൂപ മാത്രം. അതിനോടൊപ്പം ഒരു ബാഗി ജീൻസ് കൂടെ എടുക്കുകയാണെങ്കിൽ 800 രൂപയ്ക്ക് 3 കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഓഫർ നിലവിലുള്ളത് നമ്മുടെ കാട്ടാക്കട സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിലാണ്. അപ്പോൾ നമുക്ക് പാൻറ്റിൻ്റെയും അതുപോലെ തന്നെ ടീഷർട്ട്സിൻ്റെയും പുതിയ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ക്രിസ്മസ് പുതുവത്സരം ഗംഭീരമാക്കാൻ, ആഘോഷിക്കാൻ, അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റൈൽ ആൻഡ് സ്റ്റൈലിലേക്ക് ചെല്ലൂ, ഈ ഓഫർ വാങ്ങൂ. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതുമയാർന്ന കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ക്യാമറാമാൻ അഖിൽ എസ് പയ്ക്കൊപ്പം ലാലഴകം തൽക്കാലം നെയ്യാർ ഡാമിൽ നിന്നും സൈനിങ് ഓഫ്.